ഉപരാഷ്ട്രപതിയുടെ രാജി പകരം ശശി തരൂരോ? എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറെ നാളായി അസുഖങ്ങൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ അലട്ടിയിരുന്നു. ഈ അടുത്ത നാളിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പശ്ചിമ ബംഗാൾ ഗവർണറായിരിക്കെയാണ് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് എത്തുന്നത്. 2 വർഷം ബാക്കി നിൽക്കെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജിവെച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ നടന്ന രാജി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. പകരം ഉപരാഷ്ട്രപതി ആരായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ഡൽഹി രാഷ്ട്രീയം. നടപ്പു സമ്മേളനത്തിൽ തന്നെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ NDA ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ആരുടെയൊക്കെ പേരാണ് നിലവിൽ ചർച്ചയിലുള്ളതെന്നാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെ സർപ്രൈസ് ആയുള്ള തീരുമാനമെടുക്കാൻ NDA നേതൃത്വം പലപ്പോഴും മിടുക്ക് കാണിക്കാറുണ്ട്. കോൺഗ്രസ് പാർലമെന്റ് മെമ്പർ വിശ്വപൗരൻ ശശി തരൂരിന്റെ പേരാണ് ആദ്യം പരിഗണിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വിദേശത്തേക്ക് അയച്ച ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനായി തരൂരിനെ നിയമിച്ചിരുന്നു. അതിലും സർപ്രൈസ് മറ്റൊന്നുകൂടിയാണ്. കോൺഗ്രസ് പല പേരുകൾ നൽകിയത് തള്ളിയാണ് കേന്ദ്ര സർക്കാർ തരൂരിനെ തിരഞ്ഞെടുത്തതെന്നതും വളരെ ശ്രദ്ധേയമാണ്. തരൂരിനെ കോൺഗ്രസ് തള്ളി പറയുമ്പോഴെല്ലാം തരൂരിനായി വല വീശിയിരിക്കുകയാണ് കേന്ദ്രം. ഈ കാര്യങ്ങളെല്ലാം കോർത്തിണക്കുമ്പോൾ തരൂർ തന്നെയാണ് ഉപരാഷ്ട്രപതി പദവിയിൽ എത്തുക എന്ന കാര്യത്തിന് പ്രസക്തിയേറുകയാണ്. കോൺഗ്രസിന് ഇതൊരു അഗ്നി പരീക്ഷയാവാം. കാരണം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തരൂർ എത്തിയാൽ കോൺഗ്രസിലെ ചാടി നിൽക്കുന്നവരെല്ലാം മറുകണ്ഠം ചാടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. BJPയിൽ എത്തുന്ന പുതുമുഖങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകാനും നേതൃത്വം ശ്രദ്ധിക്കാറുണ്ടെന്ന് ചാഞ്ഞു നിൽക്കുന്ന കോൺഗ്രസുകാർക്കറിയാം. ഇതോടെ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മോദിയുടെ പ്രവർത്തനങ്ങൾക്ക് ബലമേകും. തരൂരിന് ചെറിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥി പട്ടികയിലുള്ള മറ്റൊരു പേരും മലയാളിയുടേത് തന്നെ. BJP മുൻ അധ്യക്ഷനും ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരും പട്ടികയിലുണ്ട്. ഇനി ശശി തരൂരിനെ വോട്ടിങ്ങിലൂടെ തോൽപ്പിക്കാമെന്നാണെങ്കിൽ പ്രതിപക്ഷത്തിന് യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം പ്രതിപക്ഷ അംഗങ്ങൾ 353 ഒതുങ്ങി നിൽക്കും. 427 വോട്ട് നേടാനുള്ള അംഗബലം പാർലമെന്റിൽ NDAക്കുണ്ടെന്നത് ഓർക്കുന്നത് നല്ലത്. വിശ്വപൗരനെ എത്രമാത്രം തള്ളി പറയുന്നുവോ അതിനനുസരിച്ച് അദ്ദേഹം ഉയരത്തിലേക്ക് പറക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. തരൂരിനെ തള്ളിപ്പറഞ്ഞ് പ്രശസ്തനാക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പുറത്തേക്ക് പോകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നയം. എന്നാൽ പുറത്തേക്ക് പോകുന്ന തരൂർ മറ്റൊരു വൻ ശക്തിയായി മാറാനാണ് സാധ്യത എന്നതും മറക്കാതിരിക്കുക. തരൂർ പുറത്തേക്ക് പോകുമ്പോൾ കൂടെ പോകുന്നവരുടെ എണ്ണം എത്രയെന്നറിയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം വീണ്ടും വെട്ടിലാവും. അടുത്ത എപ്പിസോഡിലേക്ക് കാണും വരെ നന്ദി, നമസ്കാരം.